നമസ്കാരം. സക്സസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSCയിലെ MTSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 ഓഗസ്റ്റ് 2019 ഷിഫ്റ്റ് 2ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റേഷ്യോ പ്രൊപ്പോർഷണൽ ആണ്. ഇഫ് U + V = 80 ആൻഡ് U ഈസ് ടു V equal to 5:3, then what is the value of U minus V എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സി ഇവിടെ നോക്കിയാൽ U plus V എന്ന് പറയുന്നത് 80 തന്നിട്ടുണ്ട്. U ഈസ് ടു V എന്നുള്ളത് 5:3 തന്നിട്ടുണ്ട്. isn't it so? So U plus V റേഷ്യോ അനുസരിച്ച് നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? isn't it so? U plus V 8 കിട്ടും. 5 + 3 8 കിട്ടും. ആ 8 അല്ലേ ഈ പറയുന്ന 80 എന്ന് പറയുന്നത്. സോ റേഷ്യോയിലെ 1 വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 80/8. അതെത്ര കിട്ടും? 10. അതായത് ഇതിൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 5 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 50. 3 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 30. ഓക്കെ, ക്ലിയർ? സി റേഷ്യോയിലെ യൂണിറ്റ്സ് 5 യൂണിറ്റും 3 യൂണിറ്റും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ കിട്ടും? 8 കിട്ടും. സോ 8 എന്തിനോട് ഈക്വലൻ്റ് ആണ്? ഈ പറയുന്ന U + V ഒറിജിനൽ വാല്യൂവിനോട് 8നോട് തുല്യമാണ്. സോ 1 = 10. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ യൂണിറ്റ്സിൻ്റെ ഡിഫറൻസ് എത്ര വരും? 5 - 3 2 കിട്ടും. സോ 2 = എത്രയായിരിക്കും? 1 = 10 ആണെങ്കിൽ 2 = എത്രയായിരിക്കും? 20. ഓക്കെ, സി ഇത് ഇത്ര ഒന്നും ചെയ്യണ്ട, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാമെന്നുള്ളൂ. ഓക്കെ, 8 = 8 ആയി. അപ്പോൾ 1 = 10 ആണ്. നമുക്ക് വേണ്ട ഡിഫറൻസ് ആണ്. ഡിഫറൻസ് 2 ആണ്. സോ 2 = എത്ര കിട്ടും? 20. ഡയറക്റ്റ് സിംപ്ലിഫൈ ചെയ്യാം, ചെയ്തു പോലും നോക്കേണ്ടി വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A man spends 10% of his salary on food. He spends 20% of remaining part on fuel. If he is left with 4,680, then what is his salary എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരാൾ എന്ത് ചെയ്തു? ആൾക്ക് കിട്ടിയ സാലറിയുടെ 10% ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ബാക്കി ഉണ്ടായിരുന്ന എമൗണ്ടിൻ്റെ എത്രയാണ്? 20% എന്ത് ചെയ്തു? ഫ്യൂവലിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ബാക്കി അയാളുടെ കയ്യിൽ എന്തോ ഇത്ര എമൗണ്ടാണ് അയാളുടെ കയ്യിൽ മിച്ചമുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സാലറി എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കിയാൽ മോനെ, നമ്മുടെ സാലറി ഞാനിപ്പം 100% എടുക്കുവാന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ സാലറി എത്രയാണ്? 100%. അതിൻ്റെ 10% ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആൾ ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും മോനെ? ഫുഡ് 100%ൻ്റെ 10% അയാൾ സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 10% തന്നെയാണ് അല്ലേ? നമുക്കറിയാം. ഇനി അതുപോലെ നമുക്കറിയാം 100-ൽ നിന്ന് 10% അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എത്രയുണ്ട്? സാലറിയുടെ 90% ഉണ്ട് അല്ലേ? ആ 90%ൻ്റെ റിമൈനിങ് പാർട്ടിൻ്റെ 20%, അതായത് 90%ൻ്റെ എത്രയാണ്? 20% അയാൾ എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു? ഫ്യൂവലിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. സോ ഫ്യൂവൽ = ബാക്കിയുള്ള 90%, റിമൈനിങ് പാർട്ടിൻ്റെ എത്രയാണ്? 20%. ഓക്കെ, സോ 0 മുകളിലും താഴെയും 2 0 വെച്ചുണ്ട്. എല്ലാം പോയി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18. ഓക്കെ, സോ ടോട്ടൽ അയാൾ എത്ര ചിലവാക്കി? 10, 18, 28% അയാൾ ചിലവാക്കി. എത്രയിൽ? 100%. ബാക്കി ആളുടെ റിമൈനിങ് എത്രയുണ്ട്? 72%. isn't it so? ആ 72% എന്ന് പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന എമൗണ്ട് ആണ് അല്ലേ? 4680. കാരണം റിമൈനിങ് ഉള്ള ശതമാനം എത്രയാണ്? അത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സാലറിയാണ്. സാലറി നമുക്കറിയാം എത്രയായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 100%. സോ 72% ഈസ് ഗിവൺ ആസ് വാട്ട്? 4680. സോ 100% എത്ര വരും? 4680 ഡിവൈഡഡ് ബൈ 72 ഇൻറ്റു എത്ര വരും? 100. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്തേ മോനെ. ഓക്കെ, 2 ഇതിൽ എത്ര ടൈംസ് പോവും? 36 ടൈംസ് പോവും അല്ലേ? 2 ഇതിൽ 2, ഇതിൽ 3, 2 ഇതിൽ 4. ഓക്കെ, ഇവിടെ ഒരു 0 ഉണ്ട്, അതവിടെ കിടക്കട്ടെ, ഇവിടെ മാറ്റിയിട്ടേക്കാം. 2 ഇതിൽ 18 ടൈംസ്, 2 ഇതിൽ എത്ര ടൈംസ് പോവും? 1. 34-ൽ 17 ടൈംസ്. ഓക്കെ, ഇനി നോക്കി 18 9 പോവും, 2 പോകത്തില്ല. ഓക്കെ, 18 ഡയറക്റ്റ് പോകത്തില്ല. ഇവിടെ നോക്കി 10-ൽ
2 5 ടൈംസ് പോവും, 18 9 ടൈംസ്. നോക്കി 9 ഇതിൽ പോവും, കൃത്യമായിട്ട് പോവും. 9 ഇതിൽ 127 13 ടൈംസ് പോവും. ഓക്കെ, സോ 13 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടും? 65 കിട്ടും അല്ലേ? 65 2 0. സോ സാലറി എത്രയാണ് മോനെ? 6500. ക്ലിയർ ആയോ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If after 2 years a sum becomes 4000 and after 4 years it becomes 6000 at the same rate of compound interest compounded annually, then what is the sum? Okay, what is the sum എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മുടെ എമൗണ്ടിൻ്റെ ഫോർമുല എന്താ മോനെ? എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു 1+r/100 റേസ് ടു എത്രയാണ്? ടി. ഓക്കെ, എമൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഫൈനൽ എമൗണ്ട് ആണ്. പി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഞാൻ കൊടുക്കുന്ന എൻ്റെ ആദ്യത്തെ എമൗണ്ട്. 1+ റേറ്റ്, ആർ എന്ന് പറയുന്നത് എന്താ പറയുക? റേറ്റ്, എത്ര ശതമാനത്തിൽ കണക്കാണ്. ടി എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ടൈം പീരീഡ്. ഓക്കെ, ഇഫ് ആഫ്റ്റർ 2 years, അതായത് 2 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സമ്മ്, എൻ്റെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എത്രയാവുന്നെന്ന് പറയുന്നത് 4000 ആകുന്നു. അതുപോലെ ആഫ്റ്റർ 4 years ഇറ്റ് ബിക്കംസ് എത്രയാണ്? 6000 ആകുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സെയിം പ്രിൻസിപ്പിൾ തന്നെ എന്ത് ചെയ്യുന്നു? 4 വർഷം കഴിയുമ്പോൾ എത്രയാവും? 6000 ആകുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ എമൗണ്ട് അവർ തന്നിട്ടുണ്ടല്ലേ? എത്രയാണ്? ആദ്യത്തേൽ 4000 എന്ന് പറയുന്നത് പി ഇൻറ്റു 1+r/100 റേസ് ടു, ഇവിടെ എത്രയാണ് ടൈം പീരീഡ്? 2. റേറ്റ് നമുക്കറിയില്ല, പ്രിൻസിപ്പിൾ നമുക്കറിയില്ല. പക്ഷേ ആ സെയിം പ്രിൻസിപ്പിൾ തന്നെ വീണ്ടും ഇട്ട് കഴിഞ്ഞപ്പം 4 വർഷത്തേക്കാണ് ഇടുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്നത് എത്രയാണ്? 6000 ആണ് കിട്ടുന്നത് എമൗണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സെക്കൻഡ്, ഇത് ഫസ്റ്റ്, സെക്കൻഡ് ഡിവൈഡ് ബൈ ഫസ്റ്റ് ചെയ്താൽ ഓക്കെ നമുക്ക് എന്ത് കിട്ടും? നോക്കി, 6000 ഡിവൈഡ് ബൈ 4000 ഈക്വൽ ടു പി ഇൻറ്റു 1+r/100 റേസ് ടു 4 divided by p into 1+r/100 raised to 2. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 0 വെട്ടി, 2 3 വട്ടം, 2 2 വട്ടം, പി ക്യാൻസലായി പോയി. നോക്കി, ഇവരെ മൊത്തത്തിൽ മുകളിലേക്ക് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3/2 ഈക്വൽ ടു 1+r/100 റേസ് ടു 2. ഓക്കെ, ഇവിടെ നോക്കിയിട മോനെ, നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നോക്കി, ഈ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ നോക്കി, പി പ്ലസ് 1+r/100 റേസ് ടു 2. ഈ പറയുന്ന വാല്യൂ അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3/2 എന്ന് പറയുന്നത്? ഇസ്ന്റ് ഇറ്റ് സോ? സോ 4000 എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? പി ഇൻറ്റു പി ഇൻറ്റു 1+r/100 റേസ് ടു 2 എന്ന് പറയുന്നത് എത്രയാണ്? 3/2. സിമ്പിൾ. ഓക്കെ, സോ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എത്ര കിട്ടും? 2 ഇങ്ങോട്ട് വരുമ്പോൾ 8000 ആവും. 8000 ഡിവൈഡ് ബൈ 3. ഓക്കെ, നമുക്ക് 8/3 എന്ന് പറയുന്നത് എത്രയാണ്? 2.6. 8/3 എന്ന് പറയുന്നത് എത്രയാണ്? 2.6666. ഇങ്ങനെ പോകല്ലേ ഇത്? ഇസ്ന്റ് ഇറ്റ് സോ? സോ 8 ഡിവൈഡ് ബൈ 3 എന്ന് പറയുന്നത് 2.666 ഇൻറ്റു എത്ര വരും? 1000. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2666.66 ഇങ്ങനെ പോകും. ഓക്കെ, നമുക്ക് എൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? 0.67 വെച്ചിട്ട് എൻഡ് ചെയ്യാം. ഓക്കെ, ആൻസർ വിൽ ബി സി. ക്ലിയർ ആയോ? സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, വാട്ട് ഈസ് എ വാല്യൂ ഓഫ്? ഓക്കെ, വാല്യൂ ഓഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, നമുക്കിത് നോക്കാം. ഇവിടെ നോക്കി, നമുക്ക് ആദ്യം ബ്രാക്കറ്റ്, നമുക്കറിയാം ഇത് എന്ത് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, പിന്നെന്താ വരുന്നത്? സബ്സ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡർ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുക. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? ബ്രാക്കറ്റ്സ് എടുക്കുക. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തുടങ്ങുമ്പോൾ ഇതെന്ത് കിട്ടും? 2 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എന്താ? 2/5. ഇസ്ന്റ് ഇറ്റ് സോ? ഇൻറ്റു 2 ഡിവൈഡ് ബൈ
25 ഡിവൈഡ് ബൈ 8. ഇത് ഡിവിഷനാണ്, അവിടെ നിൽക്കട്ടെ. ഇതെന്ത് കിട്ടും? 5 ഡിവൈഡ് ബൈ 2 കിട്ടും അല്ലേ? ഇത് ഡിവിഷൻ അല്ലേ? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ എന്ത് കിട്ടും? 2 ഡിവൈഡ് ബൈ 5 ആയിട്ട് കിട്ടും. ഓക്കെ, 25 ഡിവൈഡ് ബൈ 8. ഓക്കെ, സോ നമുക്ക് ഇത്രയും ഭാഗം, അതായത് ഇത്രയും ഭാഗം നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കി? 2 ബൈ 5. ഓക്കെ, 2 ബൈ 5 ഇൻറ്റു 25 ബൈ 8. ഈ ഡിവിഷൻ എന്തായി? മൾട്ടിപ്ലിക്കേഷനായി. സോ 5 ബൈ 2 എന്നുള്ളത് എന്താവും? 2 ബൈ 5 ആവും. അങ്ങനെ എഴുതി. ഇവിടെ നോക്കി 5 25 ആണല്ലേ? 25 ക്യാൻസൽ ആയി പോവും. 2 ഇൻറ്റു 2 4 8 എത്ര ടൈംസ് പോവും? 2. സോ ഇവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന റിസൾട്ടൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ബൈ 2 ആണ്. ഓക്കെ, നമുക്ക് ഇത് ചെയ്യാം. 7 ഡിവൈഡ് ബൈ 2 മൈനസ് 3 ഓഫ് 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 21 ഡിവൈഡ് ബൈ 4. ഡിവിഷനാണ് ഇത്, ഡിവിഷൻ 1 ബൈ 2 ആണ്. അതെന്തൊക്കെയാം? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 എന്നുള്ളതാക്കാം. ഓക്കെ, അതായത് ഡിവിഷൻ ഓഫ് 1 ബൈ 2 എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എന്തായി? 2 ആയി. ഓക്കെ, 2 4 2 ടൈംസ്. ഓക്കെ, സോ 7 ഡിവൈഡ് ബൈ 2 മൈനസ് 21 ഡിവൈഡ് ബൈ എന്ത് കിട്ടും? 2. സോ ദിസ് എൻ്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 7 മൈനസ് 21 ഡിവൈഡ് ബൈ 2. സോ ദിസ് വിൽ ബി മൈനസ് 14 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് 7. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, സോ മൈ ആൻസർ ഈസ് മൈനസ് 7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If x plus y plus z equal to 400, x is to y is to z equal to എത്രയാണ്? 1 is to 1 is to 2. ഓക്കെ, then what is the value of z? സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ? നോക്കി, ഇതിൻ്റെ റേഷ്യോയിലുള്ള വാല്യൂ ഇതല്ലേ? ഇത് ആഡ് ചെയ്താൽ അതായത് യൂണിറ്റ്സ് എത്ര കിട്ടും? 4 യൂണിറ്റ് അല്ലേ? ആ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനോട് തുല്യമാണ്? ഈ പറയുന്ന ഒറിജിനൽ സമ്മിനോട് തുല്യമാണ് അല്ലേ? സോ 1 ഈക്വൽ ടു എത്ര കിട്ടും? നമുക്ക് 100 എന്ന് പറഞ്ഞ് കിട്ടും. ഇസ്ന്റ് ഇറ്റ് സോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇസഡിൻ്റെ വാല്യൂ. ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. സോ 2 വിൽ ബി 200. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ, ഓക്കെ, 8 km/h. അതുപോലെ ഇഫ് ദ സ്പീഡ് ഓഫ് സ്ട്രീം ഈസ് എന്താ? 12 km/h, then how much distance can the boat travel in 2 hours going upstream? ഓക്കെ, നമുക്ക് ബോട്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഞാനത് എക്സായിട്ട് എടുക്കുവാണ്, 8 km/h. ഇനി സ്ട്രീമിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 2 km/h. സോ അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ബോട്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മോനെ, ഒഴുക്കിന് എതിരായിട്ടാണ് എന്താ പറയുന്നത്? ഗോയിങ് അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ സപ്പോസ് നമ്മുടെ ഒഴുക്ക് ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒഴുക്കിന് എതിരായിട്ടാണ് എന്ത്? എൻ്റെ ബോട്ട് ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ ബോട്ട് ഇവിടെ നിന്ന് 8 കിലോമീറ്ററിൽ ഇങ്ങോട്ട് വരുമ്പം ഈ പറയുന്ന സ്ട്രീം എന്ത് ചെയ്യും? 2 കിലോമീറ്റർ അങ്ങോട്ട് തള്ളും. അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 കിലോമീറ്റർ ആയിരിക്കും 1 മണിക്കൂറിൽ. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 2 മണിക്കൂറിൽ എത്ര ദൂരം പോകുന്ന? നമുക്കൊരു 1 മണിക്കൂറിൽ 6 കിലോമീറ്റർ പോകാൻ പറ്റുമെങ്കിൽ 2 മണിക്കൂറിൽ എത്ര പോകും? 12. So answer will be 12 km. Okay, simple. An article is sold for 1,725 at 15% profit. If it is sold at 15% loss, then what will be the selling price? Okay, നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആണ് ഈ തന്നിരിക്കുന്നത്. അറ്റ് എന്താ? 15% പ്രോഫിറ്റ്. അതായത് എൻ്റെ കോസ്റ്റ് പ്രൈസ് ഞാൻ 100% എടുക്കുവാണെങ്കിൽ, ഓക്കെ, 15% ഞാൻ ലാഭത്തിന് വിൽക്കുവാണെങ്കിൽ ഞാൻ എത്ര രൂപക്കായിരിക്കും വിറ്റിട്ടുണ്ടാവുക? 115%. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, ഇതാണ് എൻ്റെ എന്ത്? CP. ഇതാണ് എൻ്റെ എന്ത്? സെല്ലിംഗ് പ്രൈസ്. സോ 115% ഈ തന്നിരിക്കുന്നത് എന്ത്? 1725 എന്ന് പറയുന്ന എമൗണ്ട്. ഇപ്പോൾ ലോസിനാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം 100% വാങ്ങിയ സാധനം 15% കുറച്ച് വിൽക്കുവാണെങ്കിൽ ഞാൻ എത്ര രൂപക്കായിരിക്കും വിറ്റിട്ടുണ്ടാവുക? 85%. ഓക്കെ, സോ എന്നോട് കാണാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എമൗണ്ട് ആണ്. ഇസ്ന്റ് ഇറ്റ് സോ? സെല്ലിംഗ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 85 രൂപക്ക് അല്ലെങ്കിൽ 85% വിൽക്കുവാണെങ്കിൽ എൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? സിമ്പിൾ, 1725 ഡിവൈഡ് ബൈ 115 ഇൻറ്റു എന്താ?
85. ഇവിടെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്തേ. 5 ഇതിൽ എത്ര ടൈംസ് പോവും? 2 3. 5 ഇതിലോ 3 22. 22ൽ 4 25ൽ 5. ഓക്കെ ഓക്കെ. ഇവിടെ നോക്കിയിടാ 23 ഇതിൽ പോകത്തില്ലേ? 230 പ്ലസ് ഇതിൻ്റെ പകുതി 115 5 4 3. യെസ്, കൃത്യമായിട്ട് പോകും. 23 ഇതിൽ എത്ര ടൈംസ് പോകും? 15 ടൈംസ് പോകും. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 85 ഇൻറ്റു 15. 85 ഇൻറ്റു 15 ഇതെത്ര കിട്ടും? 25 2 40 42 85 8 7 1 2 7 5. ഓക്കെ, ക്ലിയർ ആയോ മോനെ? സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഓഫ് എ റോംബസ് ഇസ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, റോംബസിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി ഡയഗണൽ 6 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് അതർ ഡയഗണൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ റോംബസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ത് ചെയ്യണം? ആക്ച്വലി എന്താ, അത് സ്ക്വയർ ആണ് കേട്ടോ. എന്ത് ചെയ്യുന്നു? ഈ ഒരു സ്ക്വയറിൻ്റെ ഈ മൂലക്ക് പിടിച്ചൊരു ഉന്ത് കൊടുക്കുമ്പോൾ ഇതെന്ത് ഷേപ്പാവും? ഇങ്ങനത്തെ ഒരു ഷേപ്പാവും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്? റോംബസ് എന്ന് പറയുന്നത്. റോംബസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത ഡയഗണൽസ് വെച്ചിട്ട് നല്ല പ്രത്യേകത കൊണ്ട് നമുക്ക് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. റോംബസിൻ്റെ എല്ലാ സൈഡും തുല്യമാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ പെരിമീറ്ററിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം 4 സൈഡും തുല്യമാണെങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഇത് ഒരു സൈഡ് ഞാൻ എ ആയിട്ട് എടുക്കുവാണെങ്കിൽ 4A എന്ന് പറയുന്നതായിരിക്കും എത്ര? 20 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, ഇനി ഡയഗണൽസ് തന്നിട്ടുണ്ടല്ലേ, നമുക്ക് നോക്കാം. ഈ ഡയഗണലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗണൽ എന്തായിരിക്കും? വലുതായിരിക്കും, മറ്റേ ഡയഗണൽ എന്തായിരിക്കും? ചെറുതായിരിക്കും. ഓക്കെ, ഇനി വേറെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവർ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, ബൈസെക്ടർ ചെയ്യും. അതായത് ഈ ലെങ്ത്തും തുല്യമായിരിക്കും. അതുപോലെ ഈ ലെങ്ത്തും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ശരി. നമുക്കറിയാം ഒരു സൈഡ് എത്രയാണ്? 5 ആണ്. ഇനി ഒരു ലെങ്ത്ത് എനിക്കറിയില്ല, ചെറുതാണോ വലുതാണോ എന്നറിയില്ല. ഞാൻ ചുമ്മാ എന്ത് ചെയ്യുന്നു? ചെറുതിനെ ഞാൻ എടുക്കുവാണ്. 6 സെൻറ്റിമീറ്റർ. ഇഷ്ടമുള്ള എടുക്കുക. ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 എന്നുള്ള രീതിയിൽ ഞാൻ എടുത്താൽ ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഈ പറയുന്ന ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്ററിലായിരിക്കും. കാരണം ബൈസെക്റ്റ് ചെയ്യും. റോംബസിൻ്റെയും അതുപോലെ എന്താ സ്ക്വയറിൻ്റെ ഒക്കെ പ്രത്യേകത അതാണ്. ഓക്കെ, നമുക്കറിയാം ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് 5 ആണ്, ഇത് 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരിക? 4 ആയിരിക്കും വരിക. കാരണം നമ്മൾ പൈതഗോറസ് തിയറത്തിൽ പഠിച്ചൊരു കാര്യമുണ്ട്, പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. പിന്നെ ഈ സൈഡിൽ ഏതെങ്കിലും ഒരാൾ 3 വരുവാണ്, അല്ലെ 4 വരുവാണ്. ഇത് 3 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 4 ആയിരിക്കും. സിമ്പിളാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഇതൊന്ന് 3 ആണ്, ഇതെത്രയാണ്? 5 അല്ലേ? 5 സ്ക്വയർ. നമുക്കറിയാം ഈ സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്, ഓക്കെ, ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ സ്ക്വയർ 5 സ്ക്വയർ മൈനസ് എന്താ? ബേസ് സ്ക്വയർ. നമുക്ക് എത്ര കിട്ടും? 25 മൈനസ് 9 16. അതിൻ്റെ എന്താ? സ്ക്വയർ റൂട്ടാണ്. ഇസ്ന്റ് ഇറ്റ് സോ? ഓക്കെ, സോ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ആണ്. നമുക്കറിയാം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് 4 കിട്ടിയാൽ ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. എത്ര കിട്ടും? 8. ഓക്കെ, ആവറേജ് ഓഫ് 49 62 37 55. ഓക്കെ, പിന്നെ ഒരു നമ്പർ കൂടിയുണ്ട്, എന്ത്? എക്സ് എന്ന് പറയുന്ന നമ്പർ. മൊത്തം എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5. ഓക്കെ, സോ ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക? 1 2 3 4 5 ഡിവൈഡഡ് ബൈ എത്ര വരും? 5 ഈക്വൽ ടു എത്രയാണ് വന്നിരിക്കുന്നത്? 53. ഇസ്ന്റ് ഇറ്റ് സോ? സോ അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കാണുക. എക്സിൻ്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യുക? സിമ്പിളാണ്, ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നോക്കിയേ, 11 18
23, 2, 6, 12, 15, 20, 203. Okay, 203 plus x equal to 53 into 5. 53 into 5, 53 into 5, 15, 1, 26, 265. So x equal to 265 minus 203. Okay, that's 62. Clear? அடுத்த question. Pie chart ആണ്. Okay, അടുത്ത question നോക്കി ഒരു pie chart question ആണ്. The pie chart given below represents the number of laptops as a percentage of the total number of laptops in an office delivered by 6 different companies. Okay, അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു കമ്പനിയിലേക്ക് ലാപ്ടോപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഓഫീസിലേക്ക് 6 ഡിഫറെൻറ്റ് കമ്പനീസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ അവരുടെ ഓരോ ആൾക്കാരും ഓരോ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഓഫീസിലേക്ക് ഓരോ കമ്പനീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ പെർസെൻറ്റേജ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ എത്രയാണ്, 100%. അതിൽ C1 എന്ന് പറയുന്ന കമ്പനി എത്രയാണ്, 12%, C2 22%, C3 18%, C4 എത്രയാണ്, 24%, C5 13%, C6 11%. പിന്നെ അവർ പറഞ്ഞ സെൻട്രൽ ആംഗിൾ ഷോട്ട്സ് ഇൻ ദ പൈ ചാർട്ട് ആർ നോട്ട് ആസ് പെർ എനി ചൂസൺ സ്കെയിൽ. ഓക്കെ, if the total number of laptops in the office is 3800, then what is the difference in the number of laptops of a company C2 and C5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ലാപ്ടോപ്സ് എന്ന കമ്പനി എത്രയാണ് തന്നിരിക്കുന്നത്, 3800 തന്നിരിക്കുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു ഈ ടോട്ടൽ നമ്പർ ഓഫ് ലാപ്ടോപ്സ് ഇൻ പെർസെൻറ്റേജിൽ എടുത്ത് എത്ര തന്നെ വരും, 100%ആണ് വരുന്നത്. എങ്ങനെയാണ് 100% വന്നത്? ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 6 കമ്പനീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, C1 C2 ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയാണ് കിട്ടാൻ പോകുന്നത്, 100%. അത് ഉറപ്പാണ്, മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം പൈ ചാർട്ടിലല്ല റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ഓഫീസിലേക്ക് വേണ്ടത് എത്രയാണ്, 100% ലാപ്ടോപ്പാണ്. ആ 100% ലാപ്ടോപ്സ്, ഓക്കെ, നമ്പർ ഓഫ് ലാപ്ടോപ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 3800 തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, C2 ആൻഡ് C5ൻ്റെ ഡിഫറൻസ് ആണ്. C2 C5 നമുക്കറിയാം, C2 22ഉം C5 എത്രയാണ്, 13 സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും, 9% ആണ് കിട്ടുക. ഇസ്ൻ്റ് ഇറ്റ് സോ 9% എന്ന് പറയുന്നത് എന്താണ്, 3800 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 9. ഓക്കെ, സോ 38 ഇൻറ്റു എന്ത് വരും, 9 വരും. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലിക്കേഷന് പകരം 380 മൈനസ് എന്ത് ചെയ്യുക, 38 ചെയ്യുക. കാരണം എന്താ, ഈ 38 ഇൻറ്റു 9 എന്ന് പറയുന്നതും 38 ഇൻറ്റു 10 മൈനസ് 1 എന്ന് പറയുന്നതും സെയിം തന്നെയല്ലേ. സോ 38 ഇൻറ്റു 10 എത്രയാണ്, 380 മൈനസ് എന്താ, 38 2. സോ 37ൽ നിന്ന് 3 പോയപ്പോൾ എത്ര കിട്ടും, 342. ഓക്കെ, ക്ലിയർ ആയോ, സിമ്പിൾ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പൈ ചാർട്ടിന് തന്നെ സെയിം തന്നെയാണ്. വാട്ട് ഈസ് ദ സെൻറ്റർ ആംഗിൾ ഇൻ ഡിഗ്രീസ് കറസ്പോണ്ടിങ് ടു ലാപ്ടോപ്സ് ഡെലിവേർഡ് ബൈ കമ്പനി C6. ഓക്കെ, നമുക്കറിയാം സെൻട്രൽ ആംഗിൾ മൊത്തത്തിൽ നമ്മുടെ ഈ ഇവിടുത്തെ ആംഗിൾ മേക്ക് ചെയ്യുന്നത് എത്രയാണ്, ഇവിടുത്തെ ആംഗിൾ മേക്ക് ചെയ്യുന്നത് 360 ഡിഗ്രി അല്ലേ. ഇസ്ൻ്റ് ഇറ്റ് സോ? നമുക്കറിയാം 100% എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഈ പറയുന്നത് 360 ഡിഗ്രി തന്നെയാണ്. കാരണം ഇത് എല്ലാ പ്രശ്നവും കൂട്ടിയാൽ എത്ര കിട്ടും, 360 കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് C6ൻ്റെ എത്രയാണെന്നാണ്. C6 എത്രയാണ്, 11 ആണ്. സോ 11% will be equal to 360 divided by 100 into 11. 0 0 ക്യാൻസൽ ആയി. ഇന്ന് നോക്കിയ 36 into 11 എന്ന് പറയുന്നത് എത്ര കിട്ടും, 6 9 3 ഒരു പോയിന്റ് വരും. സോ 39.6 ഡിഗ്രി, 39.6 ഡിഗ്രി. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. What is the ratio of number of laptops of company C1 to that of company C3? അതായത് C1 is to C3 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. C1 is to C3 നോക്കിയാൽ C1 എത്രയാണ്, 12, C3 എത്രയാണ്, 18. സോ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര കിട്ടും, 2:3 എന്ന് പറഞ്ഞ് കിട്ടും. നോക്കി 12% is to 18%. പെർസെൻറ്റേജ് ക്യാൻസൽ ആവും. നോക്കി ഇതിൽ രണ്ടും എന്താ, 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 6 2 times, 6 3 times. 2:3. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ.
A person deposited 500 for 2 years, okay, 600 for 5 years, and 1000 rupees for 6 years, all at the same rate of simple interest. Okay, if he received the total simple interest of 1000, then what is the rate of interest per annum? Okay, simple ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അതായത് ഒരാൾ എന്ത് ചെയ്തു, 500 രൂപ 2 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, വേറെ അതുപോലെ തന്നെ എന്താ 600 രൂപ 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, 1000 രൂപ എന്ത് ചെയ്തു 6 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. എല്ലാം എന്താ ഒരേ റേറ്റിൽ തന്നെയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. പക്ഷെ ആൾക്ക് എന്ത് കിട്ടി, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഇതെല്ലാം ഈ 3 ഇതിൽ നിന്നും പുള്ളിക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1000 ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എത്രയായിരുന്നു, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഇൻറ്റു റേറ്റ് ഇൻറ്റു ടൈം പീരിയഡ് ഡിവൈഡ് ബൈ എന്തായിരുന്നു 100. ഇസ്ന്റ് ഇറ്റ് സോ? സോ നമുക്കറിയാം ആദ്യത്തെ ആൾക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, പ്രിൻസിപ്പൽ എമൗണ്ട് അയാൾ 500 രൂപ ഇട്ടു, ആളുടെ റേറ്റ് 6 ഞാൻ എടുത്തു, ടൈം പീരീഡ് എത്രയാണ് 2 വർഷം, ഡിവൈഡ് ബൈ എന്താണ് 100. ഇതാണ് എന്താ ആദ്യത്തെ ആൾക്ക് കിട്ടാവുന്ന ആദ്യത്തെ എമൗണ്ടിന് കിട്ടുന്ന എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ എമൗണ്ടിനോ 600 എത്ര വർഷത്തേക്കാ, 5 വർഷത്തേക്ക്, റേറ്റ് എന്ത് തന്നെയാണ് 6 തന്നെയാണ്, സെയിം 5 വർഷത്തേക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു, ഡിവൈഡ് ബൈ 100. ഇനി അടുത്ത ആൾക്ക് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയായിരിക്കും, 1000 rupees പ്രിൻസിപ്പൽ എമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ഡിവൈഡ് ബൈ എന്ത് കിട്ടും 100. ഇനി ഈ പറയുന്ന ഇതെന്താണ് ഇൻട്രസ്റ്റ് ആണ്, ഇത് ഇൻട്രസ്റ്റ് ആണ്, ഇത് ഇൻട്രസ്റ്റ് ആണ്. ഈ 3 ഇൻട്രസ്റ്റും കൂടി കൂട്ടിയാലാണ് നമുക്ക് എത്ര കിട്ടുന്നത്, 1000 കിട്ടുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് ഈ 3-ൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1000. ഓക്കെ, 0 വെട്ടി നമുക്കിവിടെ നിന്ന് എത്ര കിട്ടും, 5 into 2 10 R. ഇവിടെ നോക്കിയേ 6 into 5 30 R പ്ലസ് 0 വെട്ടും എത്ര കിട്ടും, 60 R ഈക്വൽ ടു എന്താണ് 1000. ഇവിടെ ഇത് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, 40 60 100 R ഈക്വൽ ടു എത്രയാണ് 1000. സോ R ഈക്വൽ ടു എത്ര കിട്ടും 10. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് 10%. ക്ലിയർ ആയോ, സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Mahesh's salary is 12,000 more than Sumit's salary. If the ratio of Mahesh and Sumesh is 7:4, then what is the salary of Sumit? Okay, then what is the salary of Sumit? Okay, Mahesh's salary സുമിത്തിനേക്കാൾ എന്താ 12,000 രൂപ കൂടുതലാണ്. ഓക്കെ, മഹേഷിൻ്റെ സാലറി എത്രയാണ്, 12,000 രൂപ സുമിത്തിനേക്കാളും കൂടുതലാണ്. ഇനി ഇവിടെ റേഷ്യോ തന്നിട്ടുണ്ട്, മഹേഷിൻ്റെയും സുമിത്തിൻ്റെയും സാലറിയുടെ റേഷ്യോ തന്നിരിക്കുന്നത് എത്രയാണ്, 7:4. ഇവിടെ നോക്കിയിടാം, യൂണിറ്റ്സ് നോക്കിയേ. ഇതിനനുസരിച്ച് ഇവരുടെ സാലറി ആണല്ലോ തന്നിരിക്കുന്നത്. മഹേഷിൻ്റെ സാലറി സുമിത്തിനേക്കാളും എത്രയാണ് കൂടുതൽ, 3 കൂടുതലാണ് അല്ലേ, 3 കൂടുതലാണ്. ആ 3 എന്തിനോട് തുല്യമാണ്, ഈ പറയുന്ന 12,000 രൂപയോട് തുല്യമല്ലേ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം മഹേഷിൻ്റെ സാലറി സുമിത്തിനേക്കാളും എത്രയാണ്, 12,000 കൂടുതലാണ്. യൂണിറ്റ് പറയാം 3 കൂടുതലാണെന്ന്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, സുമിത്തിൻ്റെ സാലറി റേഷ്യോയിലാണെങ്കിൽ എത്രയാണ്, 4 അല്ലേ. സോ 3 12 4 4000 കിട്ടും. ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 4000 ആണ്. അപ്പോൾ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും, 16,000. സോ സുമിത്തിൻ്റെ സാലറി എത്ര കിട്ടും, 16,000. ക്ലിയർ അല്ലേ കൺസെപ്റ്റ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ. ഓക്കെ, ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഒരു സാധനമുണ്ട്, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, 2,500 ആണ്. ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 12% എന്താ 10%. വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്? ഓക്കെ, എടാ നമുക്കറിയാം മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പറയുന്ന കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു സാധനങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ പ്രൈസ്, അത് വെട്ടിയിട്ട് എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് ഇത്ര ശതമാനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എമൗണ്ട് പറയും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, 2 ഡിസ്കൗണ്ടാണ് ഒരു എമൗണ്ടിൽ കൊടുക്കുന്നത്. അതായത് 2,500 മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഓക്കെ എന്ത് ചെയ്യുന്നു, 2 ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഒന്നെന്താ 12%. 12% ഡിസ്കൗണ്ട് കൊടുത്താൽ എത്ര രൂപയ്ക്കായിരിക്കും, 100 രൂപയുടെ സാധനമാണെങ്കിൽ 12% ഡിസ്കൗണ്ട് കൊടുത്താൽ എത്ര രൂപ കിട്ടും, 88 രൂപയ്ക്കായിരിക്കും. സോ 88 ബൈ എന്ത് വരും, 100. ഓക്കെ, 12 രൂപ കുറച്ച് കൊടുത്തു. പിന്നെ അടുത്ത് എത്ര കുറയ്ക്കുന്നത്, 10% കുറച്ചു. 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 സാധനം 10 രൂപ കുറച്ചു എന്ന് പറഞ്ഞാൽ എത്രയാണ്, 90. സോ ഇവിടെ എത്ര വരും,
90/100. 100 സാധനം 10 രൂപ കുറച്ച് 90, 100 സാധനം 12 രൂപ കുറച്ച് 88. സോ ഇൻ എഫക്റ്റ് നമുക്ക് ഇവിടെ എത്ര കിട്ടും നോക്കിയാൽ മോനെ. സോ 2500 സാധനം 2 ഡിസ്കൗണ്ട് കൊടുത്തു. ഓക്കെ, 0 ക്യാൻസൽ, ഒരു 0 ഇവിടെ പോയി. ഓക്കെ, 2 ഇതിൽ 5 ടൈംസ്, 2 ഇതിൽ 44 ടൈംസ്, 5 ഇതിൽ 5 ടൈംസ്. സോ 45 ഇൻറ്റു 44, 9 ഇൻറ്റു 5 45, 45 ഇൻറ്റു 44. നോക്കാം നമുക്ക് 45 ഇൻറ്റു 44 ഇത് എത്ര കിട്ടും? 180. ഇത് എത്രയാണ്? 180. 0 8 9 1980. 1980. ഓക്കെ, സോ സെല്ലിംഗ് പ്രൈസ് 1980. ഓക്കെ, മീഡിയൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ വാല്യൂ ആണ് ഈ ഉദ്ദേശിക്കുന്നത് മീഡിയൻ എന്നുകൊണ്ട്. ഒരു വർഷം നമുക്കറിയാം 2019 എന്ന് പറയുന്നത് എന്താണ്? ആ വർഷത്തിൻ്റെ പ്രത്യേകത ലീപ്പ് ഇയർ ആണോ നോക്കുക. 2019 എന്ന് പറയുന്നത് എന്താ? ലീപ്പ് ഇയർ അല്ല. സോ സുഖമാണ്, നമുക്ക് ലീപ്പ് ഇയർ അല്ല എങ്കിൽ നമുക്ക് അവിടെ എത്ര ഡേയ്സ് ഉണ്ട്? 365 ഡേയ്സ് ഉണ്ടല്ലേ. ഓക്കെ, ലീപ്പ് ഇയർ ആണെങ്കിലോ 366 ഡേയ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിൻ്റെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഈ വാല്യൂ എന്ന് പറയുന്നത് ഓഡ് വാല്യൂ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? ഒന്ന് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 366. ഡിവൈഡ് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്കിവിടെ എത്ര കിട്ടും? 18. സോ ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് കിട്ടുക? 183 ആണ്. അതായത് 183th ഡേ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇതിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 183rd. ഓക്കെ, 183rd ഡേ ആണ്. 183ാമത്തെ ദിവസമാണെന്ത് മീഡിയൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്കറിയാം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഈ 6 മാസം വരെ നമുക്ക് എത്ര ഡേയ്സ് ഉണ്ട്? 181 ഡേയ്സ് ഉണ്ട്. ഇനി ലീപ്പ് ഇയർ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ 182 ഡേയ്സ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ എത്ര ഡേയ്സ് ആണ്? ഇവിടം വരെ 181 ഡേയ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ അടുത്ത മാസത്തിലേക്കായിരിക്കുമല്ലോ നമുക്ക് ഈ പറയുന്ന 183ാമത്തെ ഡേ വരുന്നത്. അതായത് ജൂലൈ മാസത്തിലാണ്, അതായത് 7ാം മാസമാണ് വരുന്നത്. ഇസ്ന്റ് ഇറ്റ് സോ? 7ാം മാസം 2ാം ദിവസമായിരിക്കും എന്ത്? സോ 2nd ജൂലൈ ആണ് എന്ത് നമ്മുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, 2nd ജൂലൈ എന്ന് പറയുന്നത് എന്നായിട്ട് വരും? സിമ്പിൾ, നമ്മളോട് ചോദിച്ച ഡേറ്റ് 2 ആണ്, മാസം ജൂലൈ. സോ 2nd ജൂലൈ. ഓക്കെ, ഇവര് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് മന്ത് വരുന്ന രീതിയിലാണ്. ഡേറ്റ് എന്ന് പറയുന്നത് 2 ആണ്, ജൂലൈ എന്ന് പറയുന്നത് എത്രയാണ്? 7ാം മാസമാണ്. സോ മീഡിയൻ ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2.07. ഇയർ കാണിച്ചിട്ടില്ല, സോ ഇത് മതി. ക്ലിയർ? മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിൽ വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ഇൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഫോർ സെല്ലിംഗ് അറ്റ് 25% പ്രോഫിറ്റ് and 37.5 loss is 1250. What will be the selling price when it's sold at 12.5%? Okay, സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. ഒരു ഐറ്റം, ഓക്കെ, എൻ്റെ കോസ്റ്റ് പ്രൈസ് 100% വിചാരിക്കുക. ഞാൻ ആ ആർട്ടിക്കിൾ സെല്ല് ചെയ്യുന്നത് ഒന്ന് 25% പ്രോഫിറ്റ്, അത്ര വരും 125%. ഇനി അതുപോലെ ലോസിനാണെങ്കിലോ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം? 37% കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 62.5%. ഓക്കെ, സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 62.5%. സോ ആ എമൗണ്ട് ആണ് ഈ തന്നിരിക്കുന്നത്. എത്ര? 1120 എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ് സോൾഡ് അറ്റ് എന്താ? 12.5% പ്രോഫിറ്റ്. നമുക്കറിയാം 12.5% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അത് എത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ടാകണം അല്ലേ? 112.5% രൂപയ്ക്ക് ഞാൻ വിറ്റിട്ടുണ്ടാകണം. ഇസ്ന്റ് ഇറ്റ് സോ? സിമ്പിൾ അല്ലേ? നോക്കിയടാ, 62% എന്ന് പറയുന്നത് ഇതാണ്. സോ അങ്ങനെയാണെങ്കിൽ 112 ഈ പറയുന്ന 112.5% എന്ന് പറയുന്നത് എത്ര കിട്ടും? 1250 divided by 62.5 into 112.5. Okay,
ഓക്കെ. എടാ ഈ പറയുന്ന 62 125 എത്ര വട്ടം പോവും? 2 വട്ടം പോവും അല്ലേ? ഇനി 0 ഇവിടെ പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? സോ 1125 ഇൻറ്റു 2 1452250 ഓക്കെ. സിമ്പിളാണ് മോനെ, ഇത്രേ ഉള്ളൂ. സി ഒരെണ്ണം എന്താ പ്രോഫിറ്റ് 25 തന്നിട്ടുണ്ട്, ഒരെണ്ണം എത്രയാണ് 37 തന്നിട്ടുണ്ട്. സിമ്പിൾ. ഇത് രണ്ടും കൂടി അങ്ങ് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവരുടെ ഇടയിലുള്ള അന്തരമാണ് കിട്ടുന്നത്. കാരണം എന്താ, ഒരെണ്ണം ഭയങ്കരമായിട്ട് കുറവും, ഒരെണ്ണം എന്താ ഭയങ്കര കൂടുതലും, പ്രോഫിറ്റും ഒരെണ്ണം ലോസും ആണ്. സോ ഇവരുടെ ഇടയിലുള്ള അന്തരമാണ്, ഡിഫറൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാൻ കൂട്ടിയാൽ മതി. ഇത് രണ്ടും പ്രോഫിറ്റ് ആണ് തരുന്നെങ്കിൽ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക. രണ്ട് ലോസ് ആണ് തരുന്നെങ്കിൽ എന്താ ഡിഫറൻസ് എടുക്കുക. ഇത് രണ്ടും ഒരെണ്ണം പ്രോഫിറ്റ് ഒരെണ്ണം ലോസ് ആയതുകൊണ്ട് ഇത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 62% കിട്ടും. ആ 62% എന്ത് ഈ പറയുന്ന 1250 എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് ആ എമൗണ്ട് അറിയാം. ഇനി പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്താ, 100ൻ്റെ സാധനം ഈ പറയുന്ന എമൗണ്ടിന് വിൽക്കണം അല്ലേ? അതായത് 112.5%. അത് കാണാൻ എന്ത് ചെയ്യുക? സോ സോൾവ് ചെയ്യുക. സിമ്പിൾ. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ക്യാൻ ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 300 മീറ്റർ ഇൻ എന്താ 6 മിനിറ്റ്. ഓക്കെ, 6 മിനിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ആവറേജ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ടൈം എന്തിലാണ് തന്നിരിക്കുന്നത്? മിനിറ്റ്സിലാണല്ലേ തന്നിരിക്കുന്നത്. ഇത് മീറ്ററിൽ തന്നേക്കുന്നതുകൊണ്ട് ഈ 6 മിനിറ്റിനെ ഞാൻ സെക്കൻഡ്സിലേക്ക് മാറ്റുവാണ്. സോ 6 ഇൻറ്റു 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ്സാണ്? 60 സെക്കൻഡ്സ്. സോ 6 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 60 സെക്കൻഡ്സ്. സോ ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസ് 300 മീറ്റർ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 60 സെക്കൻഡ്സ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന കിലോമീറ്റർ പെർ അവറിലാണ്. കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? ഇൻറ്റു എന്ത് ചെയ്യുക? 18/5. സിംപ്ലിഫൈ. നോക്കിയേ, ഈ 0 വെട്ടി 6 30 എത്ര വട്ടം പോവും? 5 വട്ടം പോവും. ഓക്കെ, ഈ 5 പോയി, 6 18 3 വട്ടം. സോ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 3 കിലോമീറ്റർ പെർ അവർ. 3 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ? സിമ്പിൾ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത്, breadth and height of a cuboid are 15, 12 and 11 centimeter. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് 15, ബ്രെഡ്ത്ത് 12, ഹൈറ്റ് എത്രയാണ്? 11. ഓക്കെ, ലെങ്ത് ആർ ഡിക്രീസ്ഡ് ബൈ എത്രയാണ്? ഓക്കെ, ലെങ്ത് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു അല്ലേ? എത്രയാണ്? 6/2/3%. അതുപോലെ ബ്രെഡ്ത്ത് എത്ര ചെയ്തു? ഇൻക്രീസ് ചെയ്തു 8 1/3%. ഹൈറ്റ് എന്ത് ചെയ്തു? അൺചേഞ്ച്ഡ് ആണ്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ ടോട്ടൽ ഏരിയ ഓഫ് 4 സൈഡ്സ് faces considering the rectangle contained by the length and consider the rectangle contained by length and breadth of the breadth as a base of the cuboid. ഓക്കെ, ഇത് ക്യൂബോയിഡ് ആണ്. ഞാൻ പറഞ്ഞുതരാം. ഒരു ക്യൂബോയിഡ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ബേസിൽ ആരൊക്കെയാണ് വരുന്നത്? ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് വരുന്നത്. ഹൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. അപ്പം ഇതിനെന്താ, നമ്മളൊരു ക്യൂബോയിഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ വരച്ച് കാണിക്കാം. ഓക്കെ, ഇതൊരു ക്യൂബോർഡാണെന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്കറിയാം നമുക്കിതിന് എത്രയാണ്? 6 ഫേസസ് ഉണ്ടല്ലേ? ഇതിൽ 4 ഫേസസിൻ്റെ പ്രത്യേകത. അപ്പോൾ സപ്പോസ് ഇത് 1, ഓക്കെ, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, ഈ 4 ഫേസസ് എന്താ? ചുറ്റുമതിൽ പോലെ നിൽക്കുന്ന ഒരു ഫേസസ് ആണ് അല്ലേ? നമ്മുടെ ഈ ഗ്രൗണ്ട്. ഓക്കെ, നമ്മുടെ ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? വാട്ട് ഈസ് ചേഞ്ച്? ഓക്കെ, കൺസിഡറിങ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആസ് എ ബേസ്. ഓക്കെ, ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുക?
ബ്രെഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇതിനെന്തായിട്ട് കൺസിഡർ ചെയ്യുക, ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്ര വരും? 15. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12. ഇത് ഹൈറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 11. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ ഇതിനെന്ത് ചെയ്തു? ലെങ്ത് ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഏരിയയിൽ, ഈ പറയുന്ന 4 സർഫേസിൻ്റെ ഏരിയയിൽ വല്ല മാറ്റവും വരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഈ 4 സർഫേസിൻ്റെ ഏരിയ ആദ്യം കാണാം. നോക്കിയുടെ മോനെ, നമ്മുടെ ആദ്യത്തെ ഫേസ് എടുത്തേ, ഫസ്റ്റ് ഫേസ്. ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ട് വരുന്നത്? ഹൈറ്റും ബേസും ആണ് വരുന്നത് അല്ലേ? ഹൈറ്റും ബേസും ആണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആരാ? ഈ 3. ഇവിടെ എന്ത് തന്നെയായിരിക്കും വരുന്നത്? ഹൈറ്റും വരും, ബേസും വരും. സോ ഈ പറയുന്ന ഫസ്റ്റത്തെ ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? HB. അതുപോലെ ഇവിടെയും വരും എന്താ? HB. അപ്പോൾ 2 ഫേസസ് വരുന്നതുകൊണ്ട് അവിടെ എന്ത് വരും? 2HB എന്നുള്ള രീതി വരും. ഇനി നിങ്ങൾ സെക്കൻഡ് ഫേസ് നോക്കിയേ. സെക്കൻഡ് ഫേസിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണ്? ഈ പറയുന്ന ലെങ്ത്തും വരും, ഈ പറയുന്ന ഹൈറ്റും വരും. ഓക്കെ, ഈ സെക്കൻഡ് ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഫോർത്ത് ഫേസ്, അവിടെയും എന്ത് തന്നെയാണ് വരുന്നത്? ഈ പറഞ്ഞ ഹൈറ്റും വരും, ലെങ്ത്തും വരും. ഓക്കെ, ഹൈറ്റ്, ലെങ്ത്ത്. സോ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2HL. 2 ഫേസ് വരുന്നതുകൊണ്ട് 2 വരുന്നുണ്ട്. ഓക്കെ, ഇത് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടിലും എന്താ? H കോമൺ ആ പുറത്തെടുത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? 2H × L + B. സോ ഇതിൻ്റെ ഏരിയ, ഈ 4 ഫേസസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നത്? 2HL + B എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത്. ഓക്കെ, അത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 × H ഇവിടെ എത്രയാണ്? 11 × L + B. L + B എത്ര കിട്ടും? 15 + 12 27. സോ 22 × 27 നമുക്ക് എത്ര കിട്ടും? 27 × 22 54 495. 594 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്കിതിൻ്റെ ഏരിയയിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അതിന് അവർ പറഞ്ഞിരിക്കുന്ന ലെങ്ത്ത് ഡിഗ്രീസ് ചെയ്തു എന്നല്ലേ പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഈ പെർസെൻറ്റേജിന് എന്തിലേക്ക് മാറ്റാം? ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ഇസ്ൻ്റ് ഇറ്റ് സോ? നോർമൽ വാല്യൂ നമുക്കറിയാം. ഇത് എത്ര കിട്ടും? 18. ഓക്കെ, 20 / 3 × എന്താ? 1/100. 2 ഇതിൽ എത്ര ടൈംസ് പോകും മോനെ? 20 ഇതിൽ 5. നമുക്ക് എത്ര കിട്ടി? 1/15. അതായത് 6 2/3% എന്ന് പറയുന്നത് എത്രയാണ്? 1/15. ഇനി ബ്രെഡ്ത്തിൻ്റെ നോക്കിയേ. ബ്രെഡ്ത്തിൻ്റെ എത്ര കിട്ടും? 16 24 25/3 × 1/100%. എന്ന് പറയുന്നത് 1/100. 2500 4 നമുക്ക് എത്ര കിട്ടും? 1/12. ഓക്കെ, ഇനി നോക്കി, ഇനിയാണ് ഇതിൻ്റെ രസം നിൽക്കുന്നത്. ഇനി പുതിയതിൻ്റെ ഏരിയ നമുക്കറിയാം. പുതിയതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2 × ഹൈറ്റ് L + B തന്നെയാണല്ലോ. ഇനി ഇവിടെ ലെങ്ത്ത് നമുക്കിവിടെ സ്പേസ് ഇച്ചിരി കുറവാണ്. നമുക്ക് എന്ത് ചെയ്യും? സോ പുതിയതിൻ്റെ ഏരിയ എങ്ങനെയായിരിക്കും വരുന്നത്? 2 × H. 2H എന്ന് പറയുന്നത് എത്രയാണ്? H 11 തന്നെയാണ്. ഇനി L എത്രയാണ്? 15. ഇതിന് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതായത് ഡിഗ്രീസ് ചെയ്തു എന്നാണ്. അതായത് നോക്കി, 1/5 അല്ലേ ഡിഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ? 15 മൈനസ് എന്ത് ചെയ്യുക? 1. അതായത് എൻ്റെ ഇത് എന്ത് ചെയ്തു? 15 ആയിരുന്നതിൽ നിന്ന് 1 കുറച്ചു. 1 കുറച്ചാൽ ഇപ്പോൾ എത്രയായോ? 14/15 പ്ലസ്. ഇനി അടുത്തത് ബ്രെഡ്ത്ത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം 12 ആയിരുന്നത് ഇപ്പോൾ 1 കൂടി. 1 കൂടുക എന്ന് പറഞ്ഞാൽ എത്ര വരും? 13 ആകും. ഓക്കെ, നമ്മുടെ വാല്യൂ എത്രയാണ്? ബ്രെഡ്ത്തിൻ്റെ 12. സോ 12 × 13 എത്ര കിട്ടും? 12. ഓക്കെയാണോ ഞാൻ പറഞ്ഞത്? അതായത് 1 കൂടി. ഓക്കെ, 1 ആണെങ്കിലും ന്യൂമറേറ്ററിലുള്ളത് എന്ത് ചെയ്യുക? ഓക്കെ, 1 കുറച്ചു. 1 കുറയ്ക്കുക. ലെങ്ത് ഡിഗ്രിമെൻ്റ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ 1 കുറയ്ക്കുക. സോ 14/15. ബ്രെഡ്ത്ത് എന്ത് ചെയ്തു? ഇൻക്രിമെൻ്റ് ചെയ്തു. അതായത് 12 ആയിരുന്നു എന്താവും? 13 ആവും. ഓക്കെ, ഇനി സിംപ്ലിഫൈ ചെയ്തേ. 2 × 11 15 ക്യാൻസൽ ആവും. 14 പ്ലസ് 12 ക്യാൻസൽ ആവും. എത്രയാ? 13. സോ 2 × 11 × ഇതെത്ര കിട്ടും? 27. സോ 22 × 27. വീണ്ടും എന്ത് ചെയ്യുക? നമുക്ക് ആ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. ഇസ്ൻ്റ് ഇറ്റ് സോ? Which means there is no change in what? Its area. Clear ആയോ?
ബിറ്റ് കാൽക്കുലേറ്റീവ് ആണെന്നേ ഉള്ളൂ, ബട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് HCF ആണ്. ഓക്കെ, നമുക്കറിയാം HCF എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇപ്പോൾ 3യുടെയും 3/4ൻ്റെയും 9/16 എന്താണ് കാണേണ്ടത്? HCF കാണണം. ബി എന്ന് പറയുന്നത് എന്താണ്? LCM കാണണം. ഓക്കെ, LCM എത്രേൻ്റെയാ? 16/5 ആൻഡ് എന്താ 4/25. ഓക്കെ, ഇത് എയുടെ എന്താണ്? HCF. ഓക്കെ, സോറി, എ എന്ന് പറയുന്നത് HCF ആണ്. എടാ HCF കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രാക്ഷൻ്റെയൊക്കെ HCF കാണാൻ പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ന്യൂമറേറ്ററിൻ്റെ എന്ത് കാണുക? HCF കാണുക. ഡിനോമിനേറ്ററിൻ്റെ എന്ത് കാണുക? LCM കാണുക. ഓക്കെ, LCM കാണാൻ പറഞ്ഞാലോ ന്യൂമറേറ്ററിൻ്റെ LCM കാണുക, ന്യൂമറേറ്ററിൻ്റെ LCM കാണുക, HCFൻ്റെ എന്ത് കാണുക? സോറി, ഡിനോമിനേറ്ററിൻ്റെ എന്ത് കാണുക? HCF കാണുക. സോ HCF ആണ് ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ HCF ബൈ എന്താ? LCM ഓഫ് ഡിനോമിനേറ്റർ, HCF ഓഫ് ന്യൂമറേറ്റർ. ഓക്കെ, ഈ 3ൻ്റെ 9ൻ്റെ HCF എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും മോനെ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3ൻ്റെ 9ൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 3 ആണ്. ഇനി 4ൻ്റെ 16ൻ്റെയും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 16 കിട്ടും. ഓക്കെ, ഇവിടെ നോക്കിയേ, LCM സെയിം തന്നെ. 16ൻ്റെ 4ൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 16. ഇനി ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 5. സോ A+B ആണ് നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത്. A+B എന്ന് പറയുന്നത് എത്രയാണ്? 3/16 പ്ലസ് 16/5. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 5 ഇൻറ്റു 3 ഇൻറ്റു 5 15 പ്ലസ് 16 ഇൻറ്റു 16 256 ഡിവൈഡ് ബൈ എത്ര കിട്ടും? 80. എത്ര കിട്ടും? 271 ഡിവൈഡ് ബൈ 80. ഓക്കെ, 271 ഡിവൈഡ് ബൈ 80. ക്ലിയർ? ഇവിടെ സിമ്പിളാണ്. HCF ഇത്രയേ ഉള്ളൂ. HCF ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ എന്ത് ചെയ്യുക? HCF കാണുക. ഡിനോമിനേറ്ററിൻ്റെ എന്ത് ചെയ്യുക? LCM കാണുക. ഇനി LCM ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ എന്ത് ചെയ്യുക? LCM കാണുക. ഡിനോമിനേറ്ററിൻ്റെ എന്ത് ചെയ്യുക? HCF കാണുക. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. A alone can do a work in 30 days. B alone can do the same work in 40 days. If they work on alternative days, starting with A, then how many days the work will be completed? Okay. A 30 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു, B 40 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യുന്നു. സോ ടോട്ടൽ വർക്ക് എന്ത് ചെയ്യുക? ഇവരുടെ LCM എടുക്കുക. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിട്ട് എടുക്കുക? 120. A 30 days, B 40 days. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയോ മോനെ, എ എന്ന് പറയുന്നത് 30 ദിവസം കൊണ്ട് 120 വർക്ക് ചെയ്യുമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ആൾ എത്ര വർക്ക് ചെയ്യും? 120 ഡിവൈഡ് ബൈ 30 നമുക്ക് എത്ര കിട്ടും? 4. ഒരു ദിവസം ആൾ എത്ര വർക്ക് ചെയ്യും? എഫിഷ്യൻസി 4. അങ്ങനെ 30 ദിവസം എടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? 120 വർക്ക് കിട്ടുന്നത്. ഇവിടെ എത്ര കിട്ടും? 3 വർക്ക്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേ സ്റ്റാർട്ട് വിത്ത് എ, അതായത് ആദ്യത്തെ ദിവസം എന്ത് ചെയ്തു? എ വന്നു, വർക്ക് ചെയ്തു. പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്തു? ബി വന്നു, 3 വർക്ക് ചെയ്തു. ഇപ്പം നമുക്ക് എത്ര വർക്ക് കിട്ടി? 7 വർക്ക് കിട്ടിയല്ലേ? ഈ 7 വർക്ക് കിട്ടിയത് എത്ര ദിവസം കൊണ്ടാണ്? 2 days കൊണ്ടാണ് എന്ത് ചെയ്തത്? നമുക്ക് 7 വർക്ക് കിട്ടിയല്ലേ? നമുക്കറിയാം നമുക്ക് തീർക്കേണ്ട എത്രയാണ്? 120 വർക്കാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 7ൻ്റെ മൾട്ടിപ്പിൾസ് നോക്കുക. 120 അതിന് തൊട്ട് മുന്നേ കിട്ടുന്ന രീതിയിലുള്ള മൾട്ടിപ്പിൾസ് നോക്കാം. നോക്കി അതിന് എത്ര കിട്ടും? നമുക്കറിയാം 131. ഓക്കെ, 17. അതായത് 7 ഇൻറ്റു 17 7 വർക്കല്ലേ? 7 ഇൻറ്റു 17 നമുക്ക് എത്ര കിട്ടും? 190 എന്നുള്ള രീതിയിൽ കിട്ടും. ഇസ്ന്റ് ഇറ്റ് സോ? അതായത് ഈ 7 വർക്ക്, അതായത് ഇങ്ങനെ 2 ദിവസത്തിൻ്റെ എത്ര മൾട്ടിപ്പിൾസ് വേണം? 7 വർക്കിൻ്റെ 17 ടൈംസ് വേണം. എന്നാലേ എന്ത് കിട്ടുള്ളൂ? നമുക്ക് 119 വർക്ക് കിട്ടുള്ളൂ. ഇസ്ന്റ് ഇറ്റ് സോ? സോ നമുക്ക് എത്ര ദിവസം വേണം? 2 ദിവസത്തിൻ്റെ 17 സെറ്റ്, അതായത് 34 ഡേയ്സ് നമുക്ക് അവിടെ വേണം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 120 വർക്കാണ്. ഇസ്ന്റ് ഇറ്റ് സോ? അതിൽ 119 വർക്ക് കംപ്ലീറ്റ് ആയി. എത്ര ദിവസം കൊണ്ട്? 34 ദിവസം കൊണ്ട്. ഇനി എത്രയുണ്ട്? 1 വർക്ക്. ഈ 1 വർക്ക് ആരായിരിക്കും ചെയ്യാൻ വരുന്നത്?
അപ്പോൾ നമുക്കറിയാം ആൾട്ടർനേറ്റീവ് ആണല്ലേ, ആദ്യം എ വന്നു പി വന്നു അങ്ങനെ പോകും. ഇപ്പോൾ വർക്ക് തീർന്നിരിക്കുന്ന ആര് വെച്ചിട്ടാ? ബി വെച്ചിട്ടാ. ഇനി അടുത്ത ആരായിരിക്കും വരുന്നത്? എ ആയിരിക്കും വരുന്നത്. എ നമുക്കറിയാം ഒരു ദിവസം 4 വർക്ക് ചെയ്യും. ഒരു ദിവസത്തിൽ നമുക്കറിയാം ഒരു വർക്കേ ഉള്ളൂ. ഒരു വർക്ക് ചെയ്യാൻ ആൾക്ക് എത്ര ദിവസം മതി? 1/4 ഡേ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 34. 1/4 ഡേയ്സ്. ഓക്കെ, നോക്കി 1/4 എന്ന് പറയുന്നത് എത്രയാണ്? 0.25. സോ 34.25. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് 6 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സർക്കിൾ ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻസൈഡ് എ സ്ക്വയർ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു? ഒരു സർക്കിൾ എന്ത് ചെയ്തു? ഇൻസ്ക്രൈബ് ചെയ്തു. ഓക്കെ, നമുക്കറിയാം ഈ സൈഡ്, സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 6 അല്ലേ തന്നിരിക്കുന്നത്. ഈ 6 എന്ന് പറയുന്നത് ഇവിടെയും 6 തന്നെ ആയിരിക്കുമല്ലോ, ഇവിടെയും 6 തന്നെ ആയിരിക്കുമല്ലോ. നമുക്കറിയാം സർക്കിളിൻ്റെ സെൻറ്റർ ഉണ്ടല്ലേ, ഇതിൻ്റെ ഡയാമീറ്റർ എത്രയായിട്ട് വരിക? അപ്പോൾ സർക്കിളിൻ്റെ 6, അപ്പോൾ ഇതിൻ്റെ റേഡിയസോ 3. സോ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ? πr² അല്ലേ. സോ പൈ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 22/7 ഇൻറ്റു റേഡിയസ് എത്രയായിരുന്നു? 3 സ്ക്വയർ, 3 × 3. സോ 22 × 9 ഡിവൈഡ് ബൈ 7. 22 × 9 നമുക്ക് എത്ര കിട്ടും? നേരത്തെ അതുപോലെ 22 × 10 220 മൈനസ് 22 198 ഡിവൈഡ് ബൈ 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ വർക്കിലെയാണ്. എ ആൻഡ് ബി together can do a piece of work in 20 days. Okay, B and C together can do a piece of work in 25 days. C and A together can do it in 15 days. In how many days A alone can do the same work? A ഒറ്റയ്ക്ക് ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എയും ബിയും കൂടിയിട്ട് 20 ഡേയ്സിൽ, ബിയും സിയും കൂടിയിട്ട് 25 ഡേയ്സിൽ, സിയും എയും കൂടിയിട്ട് 15 ഡേയ്സിൽ. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ വർക്ക് എന്ത് ചെയ്യുക? ഇവരുടെ LCM എടുക്കുക. ഓക്കെ, LCM എടുക്കുക. ഒരു മാർക്കും പറഞ്ഞു തരാം. നോക്കിയേ, 20യുടെ എത്രയായിട്ട് എഴുതാം? 4 × 5, 5 × 5, ഇതോ 3 × 5. ഇസ്ൻ്റ് ഇറ്റ് സോ? നോക്കിയടാ, എല്ലാത്തിൻ്റെയും ഹയസ്റ്റ് ഫോം എടുക്കുക. നോക്കിയാൽ 5 ഇവിടെ എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ഉണ്ട്. സോ 5 × 5 എടുക്കാം. ഇനി 4 ഇവിടെ ഇതിൽ ഒരെണ്ണമുള്ളൂ. സോ ഒരു 4 എടുത്താൽ മതി. ഇവിടെയും ഒരു 4 ഉള്ളൂ, ഒരു 3 ഉള്ളൂ. സോ 3. നമുക്ക് എത്ര കിട്ടും? 300 കിട്ടും അല്ലേ. സോ എൻ്റെ LCM, എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 300 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടിയിട്ട് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 300 ഡിവൈഡ് ബൈ 20 നമുക്ക് എത്ര കിട്ടും? 15. 300 ഡിവൈഡ് ബൈ 25 12. 300 ഡിവൈഡ് ബൈ 15 നമുക്ക് എത്ര കിട്ടും? 20. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് വരുവാണെങ്കിൽ നോക്കിയേ, A + B + B + C + C + A. ഓക്കെ, നമുക്ക് എത്ര വർക്ക് കിട്ടും? ഈ 3 സെറ്റും കൂടി വരുവാണെങ്കിൽ 27 47 വർക്ക് കിട്ടും. ഇസ്ൻ്റ് ഇറ്റ് സോ? ഓക്കെ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ എന്താ? 2 A ഉണ്ട്, 2 B ഉണ്ട്, 2 C ഉണ്ട് അല്ലേ. സോ ഈ 2 എല്ലാത്തിൽ നിന്ന് പുറത്തെടുത്താൽ എന്താ? A + B + C. ഓക്കെ, നമുക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടും? 47. അതായത് ട്വൈസ് ഓഫ് എയും ബിയും സിയും കൂടി ചെയ്യുന്ന ഒരു ദിവസം വർക്കാണ് എത്ര? 47 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും സിയും കൂടിയിട്ട് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടും? 47/2. ക്ലിയർ? ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ അലോൺ ക്യാൻ ഡു ദ പീസ് ഓഫ് വർക്ക്. ഓക്കെ, എ അലോൺ നമുക്ക് നോക്കാം. ഇതൊന്നും ഞാൻ ചെറുതാക്കി നോക്കണം. നമുക്കിത് എത്ര കിട്ടും? 23.5 വർക്കാണ് ഒരു ദിവസം കിട്ടുന്നത്. ഓക്കെ, നമുക്കറിയാം എയും ബിയും കൂടിയിട്ട് ഒരു ദിവസം എയുടെ വർക്കല്ല ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എടാ നോക്കിയടാ, എ ഒരു ദിവസം ചെയ്യണ വർക്ക് അറിയണോ? നിങ്ങൾ നോക്കിയേ, എയും ബിയും സിയും കൂടിയിട്ട് ഇത്ര അല്ലേ. അങ്ങനെയാണെങ്കിൽ ബിയും സിനെ ഒഴിവാക്കിയാൽ പോരെ. നമുക്കറിയാം ബിയും സിയും കൂട്ടിയിട്ട് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 12 വർക്ക് ചെയ്യും അല്ലേ. ബിയും സിയും കൂട്ടിയിട്ട് ഒരു ദിവസം എത്ര ചെയ്യും? 12 വർക്ക്. നമുക്കറിയാം എയും ബിയും സിയും കൂടിയിട്ട് എത്രയാണ്? 23.5. സോ അങ്ങനെയാണെങ്കിൽ എയുടെ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്?
23.5 മൈനസ് 12 നമുക്ക് എത്ര കിട്ടും? 11.5 വർഗ്ഗം. സോ എ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 11.5 വർഗ്ഗം. നമുക്കറിയാം നമ്മുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 300 ഡിവൈഡ് ബൈ എത്ര വരും? 11.5. പക്ഷെ അങ്ങനൊരു ഓപ്ഷൻ ഇല്ല അല്ലേ? എന്ത് ചെയ്യാം? ഈ പറയുന്ന പോയിന്റ് കളയാൻ വേണ്ടി എന്ത് ചെയ്യുക? 2 കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ബി 600 ഡിവൈഡ് ബൈ ഇത് എത്ര കിട്ടും? 23. സോ 600 ഡിവൈഡ് ബൈ 23 വിൽ ബി മൈ ആൻസർ. ക്ലിയർ? ഓക്കെ. ഇവിടെ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഇവിടെ എന്താ? എ 2 വട്ടം വരും, ബി 2 വട്ടം വരുമ്പോൾ സി 2 വരും. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു 2 പുറത്തെടുത്ത് കഴിയുമ്പം ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 23.5. ഇനി ഇത് നമുക്കറിയാം ബിയും സിയും കൂടിയിട്ട് 12 ആണ്. അപ്പോൾ 23.5 എന്ന് എന്ത് ചെയ്യുക? 2 കുറച്ച് കഴിഞ്ഞാൽ എയുടെ ഒരു ദിവസം എഫിഷ്യൻസി കിട്ടും. നമുക്കറിയാം ടോട്ടൽ വർക്ക് 300 ആണെന്ന്. എയുടെ എഫിഷ്യൻസി അറിയാമെങ്കിൽ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ കിട്ടുന്നത്? നമ്പർ ഓഫ് ഡേയ്സ് ആണ് കിട്ടുക. ഓക്കെ, ക്ലിയർ? സിംപ്ലിഫിക്കേഷൻ 3 of 1 divided by 1/2. സോ ഇതെന്ത് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുക? ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ എന്നുള്ളത് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ബൈ 2. സോ ഇതെന്ത് കിട്ടും? 2/3 എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ? ഇത് മൈനസ് ആണ്. 2 മൈനസ് 2/5. 10 മൈനസ് 2 8. 8/5. സോ ഇതെന്ത് കിട്ടി? 2 8/5. 8/5 ഇൻറ്റു 3/2. 2 8-ൽ 4 പോവും. സോ 4 ഇൻറ്റു 3 12/5. സോ ഇവിടെ നിന്ന് എനിക്ക് 12/5 കിട്ടി. ഓക്കെ, നമുക്കിവിടെ നോക്കാം. സോ 3/4 ഇൻറ്റു 2/3. 3 ക്യാൻസൽ ആവും. 2 ഇതിൽ 2. സോ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് മൊത്തത്തിൽ എനിക്ക് എന്താ കിട്ടുന്നത്? 1/2 പ്ലസ് 12/5 പ്ലസ് 2/3. LCM നമുക്ക് എത്ര കിട്ടും? 30 ഡിവൈഡ് ബൈ 2 15 ഇൻറ്റു 1 15 പ്ലസ് 30 ഡിവൈഡ് ബൈ 5 6 ഇൻറ്റു ഇത് 72 പ്ലസ് 10 20. സോ ഇത് എത്ര കിട്ടും? 72 പ്ലസ് 35 7 107 ഡിവൈഡ് ബൈ 30. സോ ആൻസർ വിൽ ബി 107 ഡിവൈഡ് ബൈ 30. ക്ലിയർ? സിമ്പിളാണ് മോനെ, ഇത്രേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്യാം. ഇത് സിംപ്ലിഫിക്കേഷൻ ആണ്, വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. 253യുടെ LCM എന്ന് പറയുന്നത് 30 ആണ്. നമുക്കറിയാം 30 ഡിവൈഡ് ബൈ 2 15 ആണ്. 15 ഇൻറ്റു 1 15. 30 ഡിവൈഡ് ബൈ 5 6 ആണ്. 6 ഇൻറ്റു 12 72 ആണ്. 30 ഡിവൈഡ് ബൈ 3 10 ആണ്. 10 ഇൻറ്റു 2 20. ഓക്കെ, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണെന്ന്. Average weight of 8 gold coins is 20 gram. Average weight of 12 silver coins 35 gram. What is average weight per coin for 20 coins? Okay, നമുക്കറിയാം ആദ്യത്തെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 8 ഗോൾഡ് കോയിനും ഉണ്ടായിരുന്നു, 12 സിൽവർ കോയിൻസും ഉണ്ടായിരുന്നു അല്ലേ? 8 ഗോൾഡ് കോയിന് ഒരെണ്ണത്തിന് എത്ര വെച്ചിട്ടാ? 20 വെച്ചിട്ടാണ് വെയിറ്റ് വരുന്നത്. സോ അവരുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 8 ഇൻറ്റു 20 160. ഞാൻ അടുത്തന്നെ നോക്കിയേ, 12 സിൽവർ ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിന് എത്ര? 8 വെച്ചിട്ട് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 420 വരും. വാട്ട് ഈസ് ആവറേജ് വെയിറ്റ് ആണ്. ആവറേജ് വെയിറ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 85 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ്? 20. ഇത് എത്ര കിട്ടും? 29 ഗ്രാം. 29 ഗ്രാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? MTSലെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അത്യാവശ്യം CGLനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നിമിഷം നേരം, എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 15 to 20 മിനിറ്റ്സ് മാക്സിമം എടുക്കുള്ളൂ ഈ പേപ്പർ സോൾവ് ചെയ്യാൻ വേണ്ടി, അത്യാവശ്യം പ്രാക്ടീസ്ഡ് ആണെങ്കിൽ. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ്. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം. ഓക്കെ, സോ ടേക്ക് കെയർ.